ഒരു വിഭാഗം മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച എക്സിറ്റ് പോളുകൾക്ക് പിന്നിലെ കച്ചവട തന്ത്രമാണ് ഓഹരി വിപണിയിലെ കുതിച്ചുചാട്ടം ചൂണ്ടിക്കാട്ടുന്നത്. മൂന്നാമതും മോദി വരുമെന്ന എക്സിറ്റ് പോൾ പ്രവചനത്തിന് പിന്നാലെ ഓഹരി വിപണി കുതിച്ചുകയറിയതോടെ നേട്ടമുണ്ടാക്കിയത് അദാനിയും അംബാനിയും അടക്കമുള്ള രാജ്യത്തെ അതിസമ്പന്നരാണ്. ഇതോടെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുമ്പ് തന്നെ മുകേഷ് അംബാനിയെ പിന്തള്ളി അദാനി വീണ്ടും ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായി. കേന്ദ്രത്തിൽ തുടർ ഭരണമെന്നും മോദിക്ക് ഹാട്രിക് വിജയമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതിന് പുറകെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും സൂചികകളായ സെൻസസും നിഫ്റ്റിയും റെക്കോർഡ് ഉയരത്തിലെത്തി. സെൻസെക്സ് 2000 പോയിന്റിലധികം ഉയർന്നതോടെ നേട്ടം കൊയ്ത ഗൗതം അദാനി ശക്തമായ കുതിപ്പാണ് നടത്തിയത്. ബ്ലൂംബർഗ് സൂചികയിൽ $111 ബില്യൺ ആസ്തിയുമായി ഗൗതം അദാനി മുകേഷ് അംബാനിയെ പിന്തള്ളി വീണ്ടും ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായി. ഓഹരി വിപണിയിൽ അദാനിയുടെ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഓഹരികളെല്ലാം അതിവേഗം കുതിച്ചുയരുകയാണ്. അംബാനിയുടെ കമ്പനികളും എക്സിറ്റ് പോൾ ഫലത്തിന്റെ ഗുണഭോക്താക്കളാണ്. കഴിഞ്ഞ 15 വർഷമായി മുകേഷ് അംബാനിയുടെ റിലയൻസും അദാനി എന്റർപ്രൈസസ് തുടങ്ങിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ നിരവധി മാധ്യമ സ്ഥാപനങ്ങളെ സ്വന്തമാക്കാൻ നടത്തിയ തന്ത്രങ്ങൾ ഫലം കണ്ടെന്ന് പറയാം. ഇതിനെല്ലാം അനുകൂല ഘടകമായി പ്രവർത്തിച്ചത് മോദി സർക്കാരുമായുള്ള അടുപ്പമാണെന്നതും ശ്രദ്ധേയമാണ്. തുടർച്ചയുടെയും രാഷ്ട്രീയ സ്ഥിരതയുടെയും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഓഹരി വിപണിയിൽ വൻ കുതിച്ചുചാട്ടം രേഖപ്പെടുത്തിയതിലൂടെ ഒറ്റയടിക്ക് 2000 പോയിന്റാണ് സെൻസസ് ഉയർന്നത്. 7ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ ശനിയാഴ്ച രാത്രി പുറത്തുവന്ന 12 എക്സിറ്റ് പോൾ ഫലങ്ങളും NDA സർക്കാർ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറുമെന്നാണ് പ്രവചിച്ചത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.